നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനൽ ഏഷ്യാനെറ്റാണ്. എന്നാൽ പൂർണ്ണമായും വാർത്തയ്ക്ക് വേണ്ടി മാത്രം ഒരു ചാനൽ കേരളത്തിൽ ആദ്യം ആരംഭിക്കുന്നത് ഇന്ത്യ വിഷനായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ത്യ വിഷൻ നിന്നുപോയി. ഇന്ത്യ വിഷനിൽ ജോലി ചെയ്ത ആളുകളാണ് പിന്നീട് കേരളത്തിലെ ചാനലുകളിലേക്ക് നിറയുന്നത്. ഏഷ്യാനെറ്റ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ വാർത്താ ചാനലായി മാറുന്നു. പിന്നീട് മനോരമയും മാതൃഭൂമിയും വാർത്താ ചാനൽ തുടങ്ങിയെങ്കിലും ഏഷ്യാനെറ്റിൻ്റെ പരിസര പ്രദേശത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല. മീഡിയ 1 ആരംഭിച്ചു, ന്യൂസ് 18 ആരംഭിച്ചു, ജനം TV ആരംഭിച്ചു. അങ്ങനെ ധാരാളം ചാനലുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു. അതുവരെയുള്ള എല്ലാ ചാനലുകളുടെയും രീതിയിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങോട്ടൊരു ചാനൽ ആദ്യം വരുന്നത് 24 ന്യൂസ് ആയിരുന്നു. ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് എന്ന പേരിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ തുടങ്ങിയതിന് തുടർച്ചയായി ആരംഭിച്ചതാണ് 24 ന്യൂസ്. 24 ന്യൂസ് ആയിരുന്നു വാർത്തകളുടെ രീതിശാസ്ത്രത്തിൽ പരിപൂർണമായ മാറ്റം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ 24 ന്യൂസ് അതിവേഗമാണ് ഏഷ്യാനെറ്റിന് തൊട്ട് പിന്നിൽ രണ്ടാമതെത്തിയത്. എന്നാൽ 2023 24ൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടറിനെ നവീകരിച്ചുകൊണ്ട് പുതിയ എപ്പിസോഡ് ആരംഭിച്ചു. പൊടുന്നനെ 24 റിപ്പോർട്ടറും തമ്മിലുള്ള യുദ്ധമായി അത് മാറി. 24നെ മൂന്നാമതാക്കി റിപ്പോർട്ടർ രണ്ടാമത് കയറി. ചിലപ്പോഴെങ്കിലും അശ്ലീല കഥകൾ പെരുകുമ്പോൾ റിപ്പോർട്ടർ ഒന്നാമതും എത്താറുണ്ട്. പുതിയ പുതിയ ചാനലുകൾ ജനിക്കുമ്പോൾ ചാനലിൽ ജോലി ചെയ്തിരുന്നവരുടെ ചാട്ടം വാർത്തയായിരുന്നു. ഏഷ്യാനെറ്റിന് മാതൃഭൂമിയിലേക്കും മനോരമയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ചാട്ടങ്ങൾ പതിവായിരുന്നു. 24ലേക്കും റിപ്പോർട്ടറിലേക്കുമൊക്കെ ഇങ്ങനെ ആളുകൾ ചാടിക്കളിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ചാനൽ മുഖം നാളെ മറ്റൊരു ചാനലിൻ്റെ മുഖമാവാം. 24ൽ ഇരുന്നു കൊണ്ട് തലയിൽ കെട്ടുകെട്ടി മരംമുറി കള്ളന്മാരെക്കുറിച്ച് സാങ്കേതിക മികവോടെ വാർത്ത അവതരിപ്പിച്ച ഡോക്ടർ അരുൺകുമാർ ആ കള്ളന്മാരുടെ ചാനലിൽ ഇരുന്ന് വാർത്ത അവതരിപ്പിക്കുന്ന നമ്മൾ കാണുന്നു. ഇത്തരത്തിൽ എന്തും ഏതു നിമിഷവും സംഭവിക്കാവുന്ന നാടാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരും അറിയാത്ത ചില ശക്തികളുണ്ടാവും. വാസ്തവത്തിൽ അത്തരമൊരു ശക്തി കേന്ദ്രമാണ് അനിൽ അയിരൂർ എന്ന കഥാപാത്രം. മുംബൈ സെൻറ്റ് സേവിയേഴ്സിൽ നിന്ന് പഠിച്ച് ജെയിൻ സാറ്റലൈറ്റിൽ കരിയർ ആരംഭിച്ച അനിൽ പിന്നീട് ഏഷ്യാനെറ്റിലേക്ക് വരികയാണ്. ഏഷ്യാനെറ്റിൽ വളർന്ന് പ്രോഗ്രാം ഹെഡായി മാറുകയും ചെറിയ പ്രായത്തിൽ തന്നെ ഏഷ്യാനെറ്റ് പ്ലസിൻ്റെ ലോഞ്ചിങ് നടത്തുകയും ചെയ്തു. ചാനലുകൾ പ്രവർത്തിക്കേണ്ടതിൻ്റെ സാങ്കേതിക മികവിനെക്കുറിച്ച് ഏറ്റവും നല്ല ധാരണയുള്ള ആളാണ് അനിൽ അയിരൂർ. ഏഷ്യാനെറ്റ് പ്ലസിൽ നിന്നിറങ്ങി ജീവൻ TVയിൽ കുറച്ചു കാലം പരീക്ഷിച്ചെങ്കിലും ഏറെ വൈകാതെ ശ്രീകണ്ഠൻ നായർക്കൊപ്പം മഴവിൽ മനോരമയിലേക്ക് പോയി. മഴവിൽ മനോരമയുടെ പ്രോഗ്രാം ഹെഡായിരുന്നു. മഴവിൽ മനോരമ വിട്ട് ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിൽ തുടക്കമിട്ടപ്പോൾ അതിൻ്റെ സാങ്കേതിക ചുമതലകൾ മുഴുവൻ ഏറ്റെടുത്തത് അനിൽ അയിരൂരായിരുന്നു. അതിൻ്റെ വൈസ് പ്രസിഡന്റും CEO ഒക്കെയായി മാറി 24 ന്യൂസിൻ്റെ തുടക്കത്തിന് ചുക്കാൻ പിടിച്ചതും അനിൽ അയിരൂരായിരുന്നു. വാസ്തവത്തിൽ ശ്രീകണ്ഠൻ നായരുടെയും ഡോക്ടർ അരുണിൻ്റെയും ഒക്കെ മികവിനൊപ്പം തന്നെ അതിന് മുകളിൽ എടുത്തു കാണിക്കേണ്ട ഒന്നാണ് അനിൽ അയിരൂരിൻ്റെ മികവ്. സാങ്കേതിക കാര്യങ്ങൾ അനിൽ അയിരൂരിന് അറിയാവുന്നതുപോലെ മറ്റാർക്കും മലയാളത്തിൽ അറിയില്ല എന്നതാണ് വാസ്തവം. അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലേക്ക് പോയപ്പോൾ അനിൽ അയിരൂരിനെയും കൊണ്ടുപോയി. റിപ്പോർട്ടർ ചാനൽ CEO ആയി റിപ്പോർട്ടറിന് പുതിയ രൂപവും ഭാവവും കൊടുത്തത് അനിൽ അയിരൂരാണ്. എന്നാൽ മുതലാളിമാരുടെ നടപ്പ് ശീലത്തോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് അനിൽ അയിരൂർ റിപ്പോർട്ടർ ചാനലും വിടുന്നു. സി ന്യൂസിൽ പോയി കുറച്ചു കാലം ജോലി ചെയ്തെങ്കിലും തൃപ്തി വരാതെ പുറത്തിറങ്ങി പുതിയൊരു ചാനലിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലായിരുന്നു ഇതുവരെ. ജനുവരി ഒടുവിൽ മലയാളത്തിലെ പുതിയ ആ ചാനൽ പിറക്കുകയാണ്. റിപ്പോർട്ടറിൻ്റെയും 24ൻ്റെയും ശില്പിയായതുകൊണ്ട് തന്നെ സാങ്കേതിക കാര്യങ്ങളിൽ ഏറ്റവും അധികം ജ്ഞാനമുള്ള വ്യക്തി എന്ന നിലയിൽ അനിൽ അയിരൂർ പുതിയൊരു ചാനലിന് തുടക്കമിടുമ്പോൾ ആ ചാനൽ എങ്ങനെയാവും എന്നറിയാനുള്ള ആകാംക്ഷ തന്നെയാണ് എല്ലാവർക്കുമുള്ളത്. 2021 ഹൈദരാബാദ് ആസ്ഥാനമായി തുടങ്ങിയ തെലുങ്ക് ചാനലിൻ്റെ മലയാളം വേർഷനാണ് ബിഗ് TV മലയാളം എന്ന പേരിൽ അനിൽ അയിരൂർ ചുമതലക്കാരനായി ആരംഭിക്കുന്നത്. തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുടെ സഹോദരനായ വിജയ് വെന്നമാണ് ഈ പുതിയ ചാനലിൻ്റെ ചെയർമാൻ. വിജയ് വെന്നം നേതൃത്വം കൊടുക്കുന്ന ഈ തെലുങ്ക് ചാനൽ ഇതിനോടകം തെലുങ്കിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഏറ്റവും അധികം സാങ്കേതിക വിദ്യയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ചാനലാണ് ബിഗ് TV. നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടുകൂടി വാർത്ത അവതരിപ്പിക്കുന്നവരെ പോലും ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവരുന്നത് ബിഗ് TV ആയിരുന്നു. അങ്ങനെ ഡിജിറ്റൽ ടെക്നോളജിയുടെ ഏറ്റവും അങ്ങേ തലയ്ക്കൽ നിന്ന് പ്രവർത്തിക്കുന്ന തെലുങ്ക് ചാനലായ ബിഗ് TVയുടെ മലയാളം വേർഷനാണ് അടുത്ത മാസം ഒരുങ്ങുന്നതും അതിന് ചുക്കാൻ പിടിക്കാനായി അനിൽ അയിരൂർ ചുമതലയേറ്റതും. വേറെ വൈകാതെ ചാനലുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ആരംഭിക്കും. ഇപ്പോൾ തന്നെ മീഡിയ 1ൽ നിന്നും വേണു ബാലകൃഷ്ണൻ രാജിവെച്ച് ബിഗ് TVയിൽ ചുമതലയേറ്റിട്ടുണ്ട്. നികേഷിൻ്റെ കാലത്ത് റിപ്പോർട്ടർ ചാനലിലെ രണ്ടാമനായിരുന്നു വേണു ബാലകൃഷ്ണൻ. അവിടുന്ന് മാതൃഭൂമിയിൽ പോയി. മാതൃഭൂമിക്ക് ശേഷം വേണു ബാലകൃഷ്ണൻ പോയത് മീഡിയ 1ലായിരുന്നു. മീഡിയ 1ൽ നിന്നും ഈ കഴിഞ്ഞ ആഴ്ച തന്നെ വേണു ബാലകൃഷ്ണൻ ബിഗ് TVയുടെ എറണാകുളത്ത് ഓഫീസിൽ ചുമതലയേറ്റു.
എറണാകുളം ഫോറം മാളിന് സമീപം AMV പാർക്കിൽ 25,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം ഏതാണ്ട് 3 ഏക്കറോളം ഭൂമി വാങ്ങി വലിയ സ്റ്റുഡിയോ സമുച്ചയത്തിന് നിർമ്മാണം ആരംഭിക്കുകയുമാണ്. കേരളത്തിലെ മിക്ക ചാനലിൽ നിന്നും ആളുകൾ ബിഗ് ടിവിയിലേക്ക് പോകാൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ ദിവസങ്ങളിൽ അവിടുത്തെ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുകയുള്ളൂ. റിപ്പോർട്ടർ ചാനലിലെ ഒട്ടുമിക്ക റിപ്പോർട്ടർമാരും ക്ഷീണിതരാണെന്നും വർക്ക് പ്രഷർ കാരണം മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും പരാതിയുള്ളവരാണ്. അവരിൽ പലരും എത്രയും വേഗം പുതിയ ചാനലിലേക്ക് ചേക്കേറാനുള്ള നീക്കത്തിലാണ്. ഏഷ്യാനെറ്റിൽ നിന്നും ഫോർത്തിൽ നിന്നും ന്യൂസ് മലയാളത്തിൽ ലക്ഷ്മി പത്മ തൻ്റെ ന്യൂസ് മലയാളത്തിൽ ജോലി രാജിവെച്ചു എന്ന് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ലക്ഷ്മി പത്മ പോകുന്നതും ബിഗ് ടിവിയിലേക്കാണ്. ന്യൂസ് 18 മലയാളത്തിലെ പ്രമുഖ അവതാരികയായ അപർണ കുറുപ്പ് ന്യൂസ് 18 നിന്നും രാജിവെച്ച് ബിഗ് ടിവിയിൽ ചേരുന്നുവെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ ഉറപ്പായിരിക്കുന്നത് ലക്ഷ്മി പത്മയും അപർണ കുറുപ്പും വേണു ബാലകൃഷ്ണനുമാണെങ്കിൽ മറ്റു പലരും വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. 24 ന്യൂസിലെ ഹാഷ്മിയെയും മാതൃഭൂമി ന്യൂസിലെ മാധുവിനെയും റിപ്പോർട്ടർ ചാനലിലെ സുജയ്യെയും ഒക്കെ ബിഗ് ന്യൂസ് വലവീശി പിടിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മികച്ച ഓഫറുകൾ കൈമാറിയെങ്കിലും പോകുന്ന കാര്യത്തിൽ അവരാരും ഉറപ്പ് കൊടുത്തിട്ടില്ല. മാധുവിനോടും സുജയോടും ഹാഷ്മിയോടും ഇക്കാര്യം ഞാൻ ചോദിച്ചെങ്കിലും അവർ 3 പേരും ഓഫർ കിട്ടിയ കാര്യം സ്ഥിരീകരിച്ചെങ്കിലും അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ സാഹചര്യം മാറിയാൽ ഇവരിൽ ചിലരെങ്കിലും പോയിക്കൂടാഴുകയില്ല. എന്തായാലും മലയാളികൾക്ക് പുതിയൊരു ചാനൽ കൂടി ഉണ്ടാവുകയാണ്. നുണ പറയുകയും വ്യാജ കഥകൾ പറഞ്ഞ് ജനത്തെ പിടിക്കുന്ന റിപ്പോർട്ടറിൻ്റെ 24ൻ്റെ വഴികളിലൂടെ പോവാതെ സത്യസന്ധമായ വഴികളിലൂടെ പോയി മലയാളികളെ വെറുപ്പിക്കാത്ത ഒരു ചാനലായി പുതിയത് മാറട്ടെ എന്നാണ് പ്രാർത്ഥനയും ആശംസയും.